ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. വ്യാസഭാരതം ബാക്കി കേൾക്കണ്ടേ? ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് CV കുഞ്ഞുരാമൻ, പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ, ശൃംഗപുരം, കൊടുങ്ങല്ലൂർ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഹരേ കൃഷ്ണ. 5-ാമത്തെ ഭാഗം, അർജുന പരാക്രമം. ദുര്യോധനൻ അങ്ങനെ സമ്മതിച്ച് ഗോധനവും കൊണ്ട് ഹസ്തിനാപുരിക്ക് മടങ്ങി. ഭീഷ്മർ ശേഷിച്ച സേനയെ വ്യൂഹമുറപ്പിക്കുവാൻ തുടങ്ങി. ദ്രോണരെ നടുക്കും, അശ്വത്ഥാമാവിനെ ഇടത്തും, കൃപാചാര്യരെ വലത്തും, കർണനെ മുന്നിലും നിർത്തിക്കൊണ്ട് എല്ലാ സൈന്യങ്ങളുടെയും പിന്നിൽ ഭീഷ്മർ കാവലായി നിന്നു. കുരുക്കൾ ഇങ്ങനെ വ്യൂഹമുറപ്പിച്ചപ്പോഴേക്കും സമീപമെത്തിയ അർജുനൻ്റെ തേരൊലിയും ഞാണൊലിയും എല്ലാവരും വ്യക്തമായി കേട്ടു. 2 ശരം ദ്രോണാചാര്യരുടെ പാദത്തിൽ വന്നു വീണതും 2 ശരം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ തൊട്ടില്ലെന്ന മട്ടിൽ മൂളിക്കൊണ്ടുപോയതും കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ അർജുനൻ ശരം കൊണ്ട് ഗുരുവിനെ അഭിവാദ്യം ചെയ്ത് യുദ്ധത്തിന് ഗണപതിക്ക് കുറിച്ചിരിക്കുന്നു. കൗരവ വ്യൂഹത്തെ അടുത്തു കണ്ട ഉടൻ അർജുനൻ സാരഥിയായ ഉത്തരനോട് പറഞ്ഞു, അമ്പെത്തുന്ന ദൂരത്തിൽ തേര് നിർത്തണം. ദുർബുദ്ധിയായ ദുര്യോധനൻ എവിടെയെന്ന് നോക്കട്ടെ. മറ്റാരോടും എതിർക്കാതെ അവനോട് തന്നെയാണ് എതിർക്കേണ്ടത്. അവനെ തോൽപ്പിച്ചാൽ എല്ലാവരും തോറ്റതു തന്നെ. അതാ ദ്രോണർ നിൽക്കുന്നു. അതിനപ്പുറത്ത് അശ്വത്ഥാമാവ്, കർണൻ, കൃപർ, ഭീഷ്മർ ഇവരും വ്യൂഹത്തിലുണ്ട്. ദുര്യോധനനെ കാണുന്നില്ല. ഗോഖലെയും കൊണ്ട് പോയിരിക്കാം. ഈ വ്യൂഹത്തെ വിട്ട് നമുക്ക് ദുര്യോധനൻ്റെ പിന്നാലെ എത്താം. ഉത്തരൻ തേരിളക്കി ദുര്യോധനൻ പോയ വഴിക്ക് വിട്ടു. അർജുനൻ്റെ ലാക്ക് മനസ്സിലാക്കിക്കൊണ്ട് കൃപാചാര്യർ പറഞ്ഞു, അർജുനൻ നമ്മോട് യുദ്ധത്തിനൊരുങ്ങുന്നില്ല. ദുര്യോധനൻ്റെ പിന്നാലെ തിരിച്ചിരിക്കുകയാണ്. അർജുനൻ്റെ ശരാംബസിൽ ദുര്യോധനൻ തോണി പോലെ ഇപ്പോൾ മുങ്ങും. അയാളെ രക്ഷിക്കാനായി നമുക്കും അങ്ങോട്ട് ചെല്ലുക തന്നെ. അർജുനൻ അതിവേഗത്തിൽ ദുര്യോധനൻ്റെ പിന്നാലെ എത്തി ശരമാരി ചൊരിഞ്ഞു. ധനഞ്ജയ ശംഖനാദം കേട്ട് ദുര്യോധന സേനകൾക്ക് രോമാഞ്ചമുണ്ടായി. ശംഖനാദവും രഥാധ്വാനവും ഗാണ്ഡീവ ഘോഷണവും കൊണ്ട് ഭൂമിയും ആകാശവും കുലുങ്ങി. ദുര്യോധനൻ തെളിച്ചു കൊണ്ടുപോയ പശുക്കളെല്ലാം വാലുകൾ പൊക്കിപ്പിടിച്ചും ശരീരം കുടഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് സംഭ്രമം പിടിച്ച് തെക്കോട്ട് നോക്കി കുതിച്ചു പാഞ്ഞു. ഭീഷ്മാദികളും ദുര്യോധനാദി സകല കൗരവന്മാരും അർജുനനോട് നേരിട്ട് ഭയങ്കരമായ സമരം നടത്തിയെങ്കിലും അർജുനൻ ഏകനായിട്ട് തൻ്റെ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് അവരെ എല്ലാവരെയും തോൽപ്പിച്ചോടിച്ചു. കൗരവസേനകൾ മത്സ്യരാജ്യത്തിൻ്റെ അതിർത്തി വിട്ട ശേഷം ഉത്തരനും അർജുനനും രാജധാനിയിലേക്ക് മടങ്ങി. വഴിക്ക് വെച്ച് അർജുനൻ ഉത്തരനോട് പറഞ്ഞു, കൗരവന്മാരെ ഓടിച്ചത് ഞാനാണെന്നോ ഞങ്ങൾ അജ്ഞാതവാസത്തിനായി വേഷം മാറി താമസിക്കുന്ന പാണ്ഡവന്മാരാണെന്നോ ആരോടും പറയരുത്. ശത്രുക്കളെ ഓടിച്ചത് ഉത്തരൻ തന്നെയാണെന്ന് അച്ഛനോട് ചെന്ന് പറഞ്ഞുകൊള്ളുക. ഉത്തരൻ, അങ്ങ് പറയും പോലെ ചെയ്യുക അസാധ്യമാണ്. എന്നാൽ അങ്ങയുടെ അനുവാദം കൂടാതെ അങ്ങ് ആരാണെന്നുള്ള പരമാർത്ഥം ഞാൻ അച്ഛനോട് പറയാതിരിക്കാം. അനന്തരം അവർ ശമീവൃക്ഷത്തിൻ്റെ സമീപം ചെന്ന് ആയുധങ്ങൾ അതിൽ നിക്ഷേപിച്ചിട്ട് അർജുനൻ വീണ്ടും ബൃഹന്നളാവേഷം ധരിച്ച് ഉത്തരൻ്റെ സാരഥിയായി നഗരത്തിലേക്ക് തിരിച്ചു. അടുത്ത ഭാഗം 6. അഭിജ്ഞാനം. വിരാട രാജാവ് ത്രിഗർത്തന്മാരുമായുള്ള യുദ്ധം കഴിഞ്ഞ് വിജയിയായി രാജധാനിയിൽ മടങ്ങിയെത്തി. നഗരവാസികളെല്ലാവരും അദ്ദേഹത്തെ വന്ന് കണ്ട് വിജയവൃത്താന്തം അറിഞ്ഞ് സന്തോഷിച്ച് മടങ്ങിയപ്പോഴേക്കും ഉത്തരൻ എവിടെയെന്ന് അദ്ദേഹം അന്വേഷിച്ചു. കൗരവന്മാർ വിരാടരാജ്യം ആക്രമിച്ച് ഗോധനം ഹരിക്കുന്നതായി അറിഞ്ഞ് അവരെ എതിർക്കുവാനായി ബൃഹന്നളയെ സാരഥിയാക്കി കൊണ്ടുപോയിരിക്കുന്നു എന്നറിയുകയാൽ പുത്രൻ്റെ ധീരതയെക്കുറിച്ച് അദ്ദേഹം
അത്യന്തം സന്തുഷ്ടനായി തീർന്നു. വിരാടൻ പറഞ്ഞു, ത്രിഗർത്തന്മാർ യുദ്ധത്തിൽ പരാജിതരായ വർത്തമാനം അറിഞ്ഞാൽ കൗരവന്മാർ ഉടനെ ഭയപ്പെട്ട് ഓടാതിരിക്കയില്ല. എങ്കിലും ഉത്തരൻ്റെ സഹായത്തിനായി ത്രിഗർത്തന്മാരുമായുള്ള യുദ്ധത്തിൽ മുറിവേൽക്കാത്ത ഭടന്മാരെല്ലാവരും ഉടനെ പുറപ്പെടട്ടെ. എൻ്റെ കുമാരൻ ജീവിച്ചിരിക്കുന്നോ, മഹാരഥന്മാരായ ഭീഷ്മാദി കൗരവന്മാരോടേറ്റ് മൃതനായോ എന്ന് നിശ്ചയിച്ചുകൂടാ. നപുംസകത്തെ സൂതനാക്കിയവൻ എങ്ങനെ മൃതിയടയാതിരിക്കും? കങ്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരഥിയായിപ്പോയത് ബൃഹന്നളയാണെങ്കിൽ നിശ്ചയമായും കൗരവന്മാർക്ക് ഉത്തരനെ ജയിക്കാൻ സാധിക്കയില്ല. അപ്പോഴേക്കും വിജയവൃത്താന്തം രാജധാനിയിൽ എത്തിക്കാൻ ഉത്തരൻ അയച്ചിരുന്ന ദൂതന്മാർ രാജസന്നിധിയിലെത്തി. കൗരവന്മാരെ തോൽപ്പിച്ചു പശുക്കളെയും കൊണ്ട് ഉത്തരൻ വിജയിയായി സൂതസമേതം മടങ്ങി വരുന്ന വൃത്താന്തം അറിയിച്ചു. കങ്കൻ, വളരെ ആഹ്ലാദകരമായ വിജയവൃത്താന്തം. ബൃഹന്നള സാരഥിയായവന് വിജയം നിശ്ചയമാണ്. പുത്രൻ്റെ വിജയവൃത്താന്തം കേട്ട് സന്തോഷഭരിതനായ വിരാടൻ ദൂതന്മാർക്ക് സമ്മാനം നൽകി അയച്ച ശേഷം കുമാരനെ സാഘോഷം എതിരേൽക്കാനും ദേവതായ തനങ്ങളിൽ പുഷ്പോപഹാരം ചെയ്യുവാനും മന്ത്രിമാരോട് ആജ്ഞാപിച്ച് അവരെയും പറഞ്ഞയച്ചു. അനന്തരം സൈരന്ധ്രിയെ വിളിച്ച് ചൂതുകളിക്കുള്ള കുരുക്കളും പടവും കൊണ്ടുവരുന്നതിനും കൽപ്പിച്ചു. ചൂതുപടങ്ങൾ കൊണ്ടുവന്ന ശേഷം വിരാടൻ കങ്കനെ ചൂതാടാൻ വിളിച്ചു. കങ്കൻ, അക്ഷക്രീഡ ആപൽക്കരമായ ഒരു വിനോദമാണ്. പാണ്ഡവന്മാർക്ക് അതുമൂലമുണ്ടായ ആപത്ത് അങ്ങ് അറിഞ്ഞിരിക്കുന്നതാണല്ലോ. എങ്കിലും അങ്ങേക്ക് താല്പര്യമാണെങ്കിൽ കളിക്കാം. വിരാടൻ, പാണ്ഡവന്മാരെ തോൽപ്പിച്ച കുരുക്കളെയാണല്ലോ എൻ്റെ മകൻ ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നത്. കങ്കൻ, ബൃഹന്നളയെ സൂതനായി ലഭിക്കുന്നവന് ആരെയാണ് ജയിച്ചുകൂടാത്തത്? വിരാടൻ, എടോ ബ്രാഹ്മണ, എൻ്റെ പുത്രൻ്റെ വിജയപ്രസ്താവന വരുന്നിടത്തൊക്കെ താൻ ബൃഹന്നളയെ ശ്ലാഘിക്കുന്നു. ജീവിതത്തിൽ മോഹമുണ്ടെങ്കിൽ മേലാൽ അങ്ങനെ ചെയ്തു പോകരുത്. കങ്കൻ, ദ്രോണർ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ് മുതലായ സേനാനികളിൽ നീതമായ കൗരവ വ്യൂഹത്തെ എതിർക്കാൻ ബൃഹന്നളയ്ക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? വിരാടൻ, പല തവണ പറഞ്ഞിട്ടും താൻ അടങ്ങുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിരാടൻ അക്ഷമെടുത്ത് കങ്കൻ്റെ നേരെ കോപത്തോടു കൂടി എറിഞ്ഞു. ഏറുകൊണ്ട് ധർമ്മപുത്രരുടെ മൂക്കിൽ നിന്ന് ചോര ചാടി. അദ്ദേഹം രക്തം താഴെ വീഴാതെ കൈകളിൽ വാങ്ങി. സൈരന്ധ്രി സ്വർണപാത്രത്തിൽ വെള്ളവുമായി വന്ന് ചോര അതിൽ വാങ്ങി. അപ്പോഴേക്കും ഉത്തരൻ നഗരവാസികൾ വർഷിച്ച ഗന്ധപുഷ്പാദികൾ ഏറ്റുകൊണ്ട് അച്ഛൻ്റെ സന്നിധിയിൽ എത്തി നമസ്കരിച്ചു. കങ്കനെയും ഭക്തിപൂർവം നമസ്കരിച്ചു. യുധിഷ്ഠിരൻ്റെ ഇരിപ്പും സൈരന്ധ്രിയുടെ ശുശ്രൂഷയും കണ്ട് ഉദ്വേഗത്തോടുകൂടി ഉത്തരൻ ചോദിച്ചു, ആരാണ് ഈ മഹാപരാധം പ്രവർത്തിച്ചത്? വിരാടൻ, അത്രയും ചെയ്താൽ പോരായിരുന്നു. നിന്റെ വിജയസ്തുതിയിൽ അസഹിഷ്ണുവായി ഇയാൾ ആ നപുംസകനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു. ഉത്തരൻ, അച്ഛാ, കുലനാശകരമായ മഹാപരാധമാണ് അച്ഛൻ ചെയ്തത്. ഉടനെ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം. പുത്രൻ്റെ വാക്കുകൾ കേട്ട് ബ്രാഹ്മണശാപ ഭീരുവായ വിരാടൻ കങ്കബ്രാഹ്മണനെ ഉടൻ തന്നെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അപ്പോഴേക്ക് ബൃഹന്നളയും രാജസന്നിധിയിലെത്തി. അർജുനൻ കേട്ടു നിൽക്കവേ തന്നെ വിരാടൻ സ്വപുത്രനെ പ്രശംസിച്ചു പറഞ്ഞു, നിനക്ക് തുല്യനായ ഒരു പുത്രൻ എനിക്ക് ജനിച്ചിട്ടുമില്ല, ജനിക്കുകയുമില്ല. ഉണ്ണി 1000 ലാക്കിലെയ്താലും ഒരു എയ്ത്തിലും പിഴയ്ക്കാത്ത വില്ലാളി വീരനായ കർണനെ നിനക്കെങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചു? ആരാലും അജയ്യനായ ഭീഷ്മനോട് നീ എങ്ങനെ സമരം നടത്തി? വൃഷ്ണികൾക്കും കൗരവന്മാർക്കും സകല ക്ഷത്രിയന്മാർക്കും ആചാര്യനായ ദ്രോണരോട് നീ എങ്ങനെ നേരിട്ടു നിന്നു? കൃപരോടും അശ്വത്ഥാമാവിനോടും ബാണം കൊണ്ട് പർവ്വതം പോലും പിളർക്കുന്ന ദുര്യോധനനോടും ഏകകാലത്തിൽ നീ സമരം നടത്തിയതെങ്ങനെ? എല്ലാം എന്നോട് വിസ്തരിച്ച് പറയുക. ഉത്തരൻ, അച്ഛാ,
ഞാനല്ല ഈ മഹാരഥന്മാരെയെല്ലാം ജയിച്ചു നമ്മുടെ ഗോധനത്തെ വീണ്ടെടുത്തത്. ഒരു ദേവകുമാരൻ ഭാഗ്യവശാൽ എൻ്റെ രഥത്തിൽ വന്നു കയറി. ഞാൻ ഭയപ്പെട്ട് ഓടിയപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ച് തേർത്തട്ടിലിട്ടുകൊണ്ട് കൗരവന്മാരെ ഏകനായിട്ട് എതിർത്ത് ഓടിച്ചു കളഞ്ഞു. വിരാടൻ: പരാക്രമശാലിയായ ആ ദേവസൂനു എവിടെ? നിന്നെയും എൻ്റെ ഗോധനത്തെയും രക്ഷിച്ച ആ സിംഹപരാക്രമന് ഉചിതമായ പൂജ ചെയ്യേണ്ടതാണ്. അദ്ദേഹം എവിടെ? ഉത്തരൻ: അദ്ദേഹം ഇവിടെ എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ വെളിവായി വന്ന് അച്ഛനെ കാണുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം 7ാമത്തെ ഭാഗമായ ഉത്തരാവിവാഹം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.